بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. واتخذ قوم موسى من بعده من حلية عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا اتخذوه وكانوا ظالمين. സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ഹിജറകളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം സൂചിപ്പിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ എന്നാൽ സമാനമായ സാഹചര്യങ്ങളിൽ നടന്ന രണ്ട് ഹിജറ. ഒരു വിഭാഗം ആളുകൾ ഹിജറയ്ക്ക് ശേഷം മദീനയിൽ ഇസ്സത്തോടുകൂടി ജീവിച്ചപ്പോൾ മറ്റൊരു വിഭാഗം അവർക്ക് തങ്ങളുടെ രക്ഷിതാവ് വാഗ്ദത്തം ചെയ്ത ഭൂമിയിൽ പ്രവേശിക്കാൻ തയ്യാറാവാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടി വന്ന ചരിത്രം നാം സൂചിപ്പിക്കുകയുണ്ടായി. മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസപരമായ അപജയങ്ങൾക്ക് കാരണമെന്തെന്ന് ആ മരുപ്പറമ്പിൽ എത്തിയ വിശ്വാസി സമൂഹത്തിൻ്റെ ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രബോധകരും പ്രചാരകരും പ്രയോക്താക്കളുമായിട്ടുള്ള രണ്ട് പ്രവാചകന്മാരോടൊപ്പമാണ് ആ സമുദായം, ആ മുസ്ലിം സമൂഹം സീന മരുപ്പറമ്പിലേക്ക് എത്തിപ്പെട്ടത്. ആ സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ ആ ബനു ഇസ്രായേല്യർ എന്ന് പറയുന്ന ആ ജനതക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഈജിപ്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഫറോവ എന്ന് പറയുന്ന കിരാത ഭരണാധികാരിയുടെ കീഴിൽ അടിമകൾക്ക് സമാനമായ അല്ലെങ്കിൽ അതിനേക്കാൾ നീചമായ അവസ്ഥാവിശേഷങ്ങളിലൂടെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുള്ള ആ ജനങ്ങളോട്, കിബിത്തികളായിട്ടുള്ള ആളുകളോട് നടത്തിയിട്ടുള്ള പ്രബോധനവും അതിനെ തുടർന്ന് ആ ജനത കാണിച്ച ധിക്കാരവും പിന്നീട് അവർക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങളും, ആ പരീക്ഷണങ്ങൾ സഹിക്കവയ്യാതെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അവർ
പ്രാർത്ഥനയ്ക്കായി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്ത സന്ദർഭവും അവരെ അള്ളാഹു സഹായിച്ച സന്ദർഭവും വീണ്ടും അവർ ധിക്കാരം കാണിച്ച് അതിൻ പ്രകാരം അല്ലെങ്കിൽ വാഗ്ദത്തം ചെയ്തതിൽ നിന്ന് പിന്നോട്ട് പോയി പിന്നീട് അവർ ആ വെള്ളത്തിൽ മുക്കി കൊല ചെയ്യപ്പെടുന്നത് വരെയുള്ള സംഭവങ്ങൾ നേരിൽ കണ്ട ഒരു ജനതയാണ് ഇപ്പോൾ ഈ രണ്ട് പ്രവാചകന്മാരോടൊപ്പം ആ മരുപ്പറമ്പിലെത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം വളരെ കൃത്യമായി 7-ാം അധ്യായം സൂറ അഅറാഫിലെ 132 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. വഖാലു മഹ്മാ തഅതീനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ആ കിബിത്തികളായിട്ടുള്ള ഫറോവയുടെ ആ വംശത്തിൽപ്പെട്ട ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ വർത്തമാനമാണ്. മൂസാ നബി അവർക്ക് മുന്നിൽ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുകയും ആ ദൈവത്തിൻ്റെ ദൂതനാണ് താൻ എന്നതിന് സാക്ഷ്യമായി തെളിവായി ചില ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയും ചെയ്ത സമയത്ത്, അഥവാ കയ്യിലുള്ള വടി നിലത്തിട്ട് പാമ്പാക്കുകയും അതുപോലെയുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് അവർ മൂസാ നബിയോട് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ ഒരു വർത്തമാനമുണ്ട്. വഖാലു മഹ്മാ തഅതീനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറന. ഞങ്ങളെ മാജിക്ക് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ പകിട്ടാക്കുന്നതിന് വേണ്ടി ഇതല്ല, ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തങ്ങൾ നീ കൊണ്ടുവന്നാലും ശരി, ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, ഞങ്ങൾ നിന്നിൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്ന് ആ ജനത അഹങ്കാരത്തോടുകൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ വർത്തമാനം വിശുദ്ധ ഖുർആൻ പറയുന്നതായി കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, ഈ ഒരു സംഭവം, ഈ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇവരുടെ ഒരു മറുപടി നമ്മൾ ആദ്യം തന്നെ മനസ്സിൽ കരുതി വെക്കണം, ഓർത്തു വെക്കണം. കാരണം പിന്നീട് ആ ചരിത്രം പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ മറുപടി വേറൊരു വിഭാഗം ആളുകളിൽ നിന്ന് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്ന് ഓർത്തു വെക്കണം. അവർ അഹങ്കാരത്തോടു കൂടി പറഞ്ഞത് ഇതല്ല, ഇനി എന്ത് ദൃഷ്ടാന്തങ്ങൾ നീ കൊണ്ടുവന്നാലും ശരി, ഞങ്ങൾ ഒരിക്കലും നിന്നിൽ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് ചില പരീക്ഷണങ്ങൾ ഇറക്കി. ഫഅർസൽനാ അലൈഹിം തൂഫാൻ. അവിടെയാണ് അള്ളാഹുവിൻ്റെ ഇടപെടലും അള്ളാഹുവിൻ്റെ പരീക്ഷണവും ഒരു ശിക്ഷ എന്ന നിലക്ക് അവരിലേക്ക് വർഷിക്കുന്നത്. ഫഅർസൽനാ അലൈഹിം തൂഫാൻ, അവരിലേക്ക് പ്രളയത്തെ നാം അയച്ചു. വൽ ജറാദ്, വെട്ടുകിളികളെ അയച്ചു. അവർ കൃഷി ചെയ്തു പോന്നിരുന്ന ആ കൃഷിയെ എല്ലാം മുച്ചൂടും നശിപ്പിക്കാൻ പ്രാപ്തമായ രൂപത്തിലുള്ള വെട്ടുകിളികളെ അയച്ചുകൊണ്ട് അവരെ നാം പരീക്ഷിച്ചു. വൽ കുമ്മൽ, പേനിനെ അയച്ചിട്ട്. നോക്ക് നിങ്ങൾ, ഒരു ജനതയുടെ മേൽ അള്ളാഹു ഇറക്കുന്ന ഒരു പരീക്ഷണമാണ് കുമ്മൽ, പേനെ. രോമ വളർച്ചയുള്ള ഭാഗങ്ങളിലെല്ലാം പേൻ വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് സ്വസ്ഥതയാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ താടിയിലും മുടിയിലും അങ്ങനെ രോമ വളർച്ചയുള്ള ഭാഗങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം പേനങ്ങ് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ആ ജനത പരീക്ഷിക്കപ്പെട്ടു എന്നാ. വല്ലഫാദ്യ, എവിടെ നോക്കിയാലും അവിടെയെല്ലാം ലഫാദിയുകൾ, തവളകൾ എങ്ങനെ പെരുകിക്കൊണ്ടിരുന്നു എന്നാ. വദ്ദം, ശരീരത്തിൽ നിന്ന് ചോര പൊടിഞ്ഞു തുടങ്ങി. ഇങ്ങനെ വലിയ പരീക്ഷണങ്ങൾ അവർക്ക് നേരിട്ട സമയത്ത് വീണ്ടും അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്നുണ്ട്, കാലു യാ മൂസ ഉദ്ഉ ലനാ റബ്ബക ബിമാ അഹിദ ഇൻദക ലഇൻ കശഫ്ത അന്ന الرجس ലനുക്മിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ. അവർ മൂസാ നബിയോട് പിന്നീട് വരുന്നത് ആ അഹങ്കാരത്തിൻ്റെ ഭാവം മാറ്റിവെച്ചിട്ട് ഒരു സഹായ അഭ്യർത്ഥനയുമായി കൊണ്ടാണ് മൂസാ നബിയുടെ അടുക്കൽ വരുന്നത്. എന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ പരീക്ഷണങ്ങൾ ഞങ്ങളിൽ നിന്ന് നീക്കിത്തരുന്നതിന് വേണ്ടി നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങളിൽ നിന്ന് ഈ പരീക്ഷണം മാറിക്കിട്ടുകയാണ് എങ്കിൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാം. നോക്കൂ നിങ്ങൾ, എന്ത് ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ ആ വിഭാഗം ആളുകൾ പിന്നീട് മൂസാ നബിയോട് ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാം. മാത്രമല്ല, മൂസാ നബിയുടെ രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ഫിർഔനിനോട് നടത്തിയ രണ്ടാമത്തെ ആവശ്യം ഫഅർസിൽ മഅന ബനി ഇസ്രായേൽ എന്ന, ബനു ഇസ്രായേലരെ ഞങ്ങളോടൊപ്പം അയക്കണം എന്നാണ് മൂസാ നബിയുടെ രണ്ടാമത്തെ ആവശ്യം. അതും സമ്മതിച്ചു. വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലരെ തങ്ങളോടൊപ്പം അയക്കുകയും ചെയ്യാം എന്ന് അവർ
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് വാഗ്ദാനം ചെയ്യുന്നതായി, കരാർ ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. തുടർന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്, എന്നാൽ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാവുകയും അവരിൽ നിന്ന് ആ പരീക്ഷണം നീങ്ങുകയും ചെയ്ത സമയത്ത് ആ ജനത കാണിച്ചത് എന്നാൽ അവരിൽ നിന്ന് ആ പരീക്ഷണങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കിക്കളഞ്ഞ സമയത്ത് ഇദാഹും യൻകിസൂൻ, അവര് നേരെ അഭിപ്രായം മാറ്റി, അവർ തിരിഞ്ഞു കളഞ്ഞു. അവർ വാഗ്ദത്തം ചെയ്തതിനെ അവർ പാലിച്ചില്ല. നേരെ മറിച്ച് അവർ ബനൂ ഇസ്രായേലിയരെ മുൻപത്തേതിലും അധികമായിക്കൊണ്ട് ശിക്ഷിക്കുവാനും വിശ്വാസത്തിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിഞ്ഞു നിൽക്കുവാനും ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് ആ വിഭാഗത്തെയാണ് ചെങ്കടലിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നതായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം കണ്ടുവന്ന ഒരു ജനസമൂഹമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പവും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പവും ആ പ്രദേശത്ത് എത്തി ജീവിക്കുന്നത്. അവർക്ക് അള്ളാഹു ചില അനുഗ്രഹങ്ങൾ നൽകി. അവർക്ക് കഴിക്കാൻ മന്നയും സെൽവയും നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. അവർക്ക് തണലായി അള്ളാഹു മേഘങ്ങളെ ഇട്ടുകൊടുത്തു. അവർക്ക് ദാഹം തീർക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വടികൊണ്ട് പാറയിലടിക്കുകയും 12 നീരുറവകൾ അവർക്കായി സംവിധാനിച്ചു കൊടുക്കുകയും അവർ അതിൽ നിന്ന് പാനം ചെയ്യുകയും ഒക്കെ ചെയ്ത് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല അതുവരെയും മൂസാ നബിക്ക് നൽകിക്കൊണ്ടിരുന്ന ആ ദിവ്യബോധനത്തിൻ്റെ പൂർത്തീകരണം നടത്തുവാൻ തീരുമാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള ആ ദൃഷ്ടാന്തങ്ങളോടൊപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ച് ആ ജനത ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഇനി അവർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന കൃത്യമായ മാർഗനിർദ്ദേശം അവർക്ക് നൽകുന്നതിനു വേണ്ടി ഈ ദീനിൻ്റെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയിട്ടുള്ള ദിവ്യബോധനത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ ഒന്ന് വിളിച്ചു. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 7-ാം അധ്യായം സൂറ അഅറാഫിലെ 142-ാമത്തെ വചനം, വവഅദ്നാ മൂസ 30 ലൈലതൻ വഅത്മംനാഹാ ബിഅശ്രിൻ. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് 30 ദിവസം നാം കരാർ ചെയ്തു. പിന്നെ ഒരു 10 ദിവസം കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ പൂർത്തീകരിച്ചു. ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. അങ്ങനെ 40 ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തൗറാത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി, വേദം നൽകുന്നതിന് വേണ്ടി വിളിച്ചുകൊണ്ടുപോയിന്ന. അങ്ങനെ ആ സീനാ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറപ്പെട്ടു പോകുന്നതിന് മുൻപ് സഹോദരൻ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട് വിശുദ്ധ ഖുർആനിൽ. വഖാല മൂസ ലി അഖീഹി ഹാറൂൻ. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന തൻ്റെ സഹോദരനെ വിളിച്ചുകൊണ്ട് മൂസാ നബി പറയുന്നത്, ഇഖ്ലുഫ്നി ഫീ ഖൗമി വഅസ്ലിഹ് വലാ തത്തബി സബീലൽ മുഫ്സിദീൻ. ഇഖ്ലുഫ്നി ഫീ ഖൗമി, നീ എന്നെ എൻ്റെ ഈ ജനതയിൽ പ്രതിനിധാനം ചെയ്യണം. എൻ്റെ ഖലീഫയായി നീ ഇവരുടെ കൂടെ ഉണ്ടാവണം. നോക്കൂ നിങ്ങൾ, ആ ജനതയുടെ ഒരു പ്രത്യേകത നോക്ക്. ഒരു പ്രവാചകനില്ലാത്ത, അവരിൽ തെറ്റുകൾ കാണുന്ന സമയത്ത് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ കഴിയുന്ന ദിവ്യ വെളിപാടോട് കൂടിയ ഒരു പ്രവാചകനില്ലാത്ത ഒരു സമയം ആ സമുദായത്തിന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇതിലേറെ വലിയ സൗകര്യം ഒരു ജനതയ്ക്ക് എപ്പോഴുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത്. കാരണം നമുക്കുണ്ടാകുന്ന എന്ത് സ്ഖലിതങ്ങളും പ്രവാചകൻ വഹിയിലൂടെ നമ്മെ തിരുത്തും എന്നുള്ളത് കൊണ്ടാണ്. ഈ ബനൂ ഇസ്രായേൽ സമുദായത്തിൻ്റെ പ്രത്യേകത, അവർക്ക് പ്രവാചകന്മാരില്ലാത്ത വിണ്ണിലെ തെറ്റുകളും അത് നിയന്ത്രിക്കാനും തിരുത്താനും കഴിയുന്ന റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വഹിയുമായുള്ള പ്രവാചകൻ ഇല്ലാത്ത ഒരു സമയം ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മൂസാ നബി പോയ സമയത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് മൂസാ നബി അവരോട് നടത്തണം എന്നാവശ്യപ്പെട്ട വർത്തമാനത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാഹ് നടത്തണം എന്നാണ്. മുസ്ലിങ്ങളായി വന്ന ആ ജനതയിൽ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്ന വർത്തമാനം, ഇവരിൽ നീ ഇസ്ലാഹ് നടത്തണം. കാരണം ഇവരിങ്ങനെ ഇവിടെ ജീവിച്ചു പോരുന്ന സമയത്ത് ഇവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നടത്താനുണ്ടായിരുന്നത് 2 ദൗത്യങ്ങളാണ്. അത് ഒന്ന് ദഅവത്തും മറ്റൊന്ന് ഇസ്ലാഹുമാണ്. ബനൂ ഇസ്രായേലിയർക്കിടയിൽ ഇസ്ലാഹും
ഖിബ്തികളാകുന്ന അവിടുത്തെ മർദ്ദക വംശത്തിൻ്റെ ഇടയിൽ അഥവാ ഫിർഔനിനിടയിൽ മൂസാ നബിക്ക് നടത്താനുണ്ടായിരുന്നത് പ്രബോധനമാണ്. നമ്മുടെ ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമുദായ ഇസ്ലാമിക സംഘടനകൾ മനസ്സിലാക്കണം, നമുക്ക് ഈ നാട്ടിൽ നിർവഹിക്കാനുള്ളത് ഇസ്ലാഹ് മാത്രമല്ല, ദഅവത്ത് കൂടിയാണ്. മൂസാ നബിക്ക് ഈജിപ്തിൽ എന്താണോ ചെയ്യാനുണ്ടായിരുന്നത് അതുതന്നെയാണ് നമുക്ക് ഈ നാട്ടിൽ നിർവഹിക്കാനുള്ളത്. ഇത് രണ്ടിനെയും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഈ ചരിത്രം പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവരിൽ ഇസ്ലാഹ് നടത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടാണ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏൽപ്പിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വലാ തത്തബിഅ സബീലൽ മുഫ്സിദീൻ. ഇതിൽ ചില കുഴപ്പക്കാരുണ്ട്. മൂസാ നബിക്ക് അറിയാം ഇവരുടെ കൂട്ടത്തിൽ ചില കുഴപ്പക്കാരായ ആളുകളുണ്ട്, അവരുടെ പാത നീ തുടരരുത് എന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോകുന്നത്. മൂസാ നബിക്ക് ഇത് അറിയാമെന്ന് പറയാനുള്ള കാരണം, ഇവർ ഈ കടൽ കടന്നു വന്ന സമയത്ത് ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കലെത്തിയപ്പോഴേക്ക് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ബഹുദൈവ ആരാധനയുടെ ചില സ്വഭാവങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 7-ാം അധ്യായം സൂറ അഹ്റാഫിലെ തന്നെ 138-ാമത്തെ വചനം, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ ഫഅതൗ അലാ ഖൗമിൻ യഖുഫൂന അലാ അസ്നാമിൻ ലഹും. ഇവരിങ്ങനെ മൂസാ നബിയോടൊപ്പം വിശ്വാസമൊക്കെ ഉറപ്പിച്ച് ആ കടൽ കടന്നു വരുന്ന സമയത്ത് ഒരു ജനതയുടെ അടുക്കലെത്തുന്നുണ്ട്. അവരുടെ പ്രത്യേകത, അവർ ബിംബാരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന, ബിംബങ്ങൾക്ക് മുന്നിൽ അവർ ഇത്തിക്കാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഭജനമിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ കണ്ടപ്പോൾ വിശ്വാസദാർഢ്യം കൊണ്ട് കടൽ കടന്നു വന്ന ഈ ജനത മൂസാ നബിയോട് പറഞ്ഞ വർത്തം എന്താണെന്നറിയോ? ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവർക്ക് ഉള്ളതുപോലെയുള്ള ഒരു ബിംബത്തെ ഞങ്ങൾക്കും, ഇവർക്കുള്ളതുപോലെയുള്ള ഒരു ആരാധ്യനെ ഞങ്ങൾക്കും നീ കൽപ്പിച്ചു തരണം. എവിടെ? ബിംബാരാധന നടത്തിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മൂസാ നബിയോട് പറഞ്ഞ വർത്തമാനമാണ്, ഇവർക്കുള്ളതുപോലെ ഒരു ഇലാഹിനെ ഞങ്ങൾക്കും നീ കൽപ്പിച്ചു തരണം. ഞങ്ങൾക്ക് നേരിട്ട് കാണാനും ഞങ്ങളുടെ അവസ്ഥകൾ പറയാനും ഞങ്ങളുടെ പ്രാരാബ്ദങ്ങൾ പറയാനും ഒക്കെ കഴിയുന്ന, നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു പ്രതിഷ്ഠയെ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് ഈ ജനത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നറിയോ? അവരുടെ ആ മനസ്സിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ ഒരാളുണ്ട് അവരുടെ കൂട്ടത്തിൽ. കൃത്യമായി അവരുടെ മനസ്സിനെ അളന്ന്, അവരുടെ മനസ്സിൻ്റെ ആവശ്യമറിഞ്ഞ് അതിനെ കൃത്യമായി മുതലെടുത്ത, അങ്ങനെ പറയണ്ടേ, അതിനെ കൃത്യമായി മുതലെടുത്ത ഒരാൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 ദിവസത്തേക്ക് പടച്ചറബിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. വിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറ ത്വാഹയിലെ 85-ാമത്തെ വചനം, ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅളല്ലഹുമുസ് സാമിരി. അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുന്ന വർത്തമാനമാണ്. ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക. മൂസ, നീ പോന്നതിന് ശേഷം ഉണ്ടല്ലോ, നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. മിൻ ബഅദിക്, നിനക്ക് ശേഷം. വഅളല്ലഹുമുസ് സാമിരി, അവരെ സാമിരി എന്ന് പറയുന്ന ഒരുത്തൻ വഴികേടിലാക്കിയിട്ടുണ്ട്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ ഉണ്ടായിരിക്കെ തന്നെ സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവരെ വഴികേടിലാക്കിയിട്ടുണ്ട് എന്ന് കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു കൊടുത്തു. ആ വ്യക്തിയാണത്. കൃത്യമായി ആ ജനതയുടെ മനസ്സറിഞ്ഞ് അവരുടെ ആവശ്യമറിഞ്ഞ് മുതലെടുത്ത വ്യക്തി എന്ന് പറയുന്നത് സാമിരിയാണ്. മൂസാ നബി അവിടുന്ന് തിരക്കിട്ട് തിരിച്ചു പോന്നു. തിരിച്ച് ആ ജനതയുടെ അടുക്കലേക്ക് മൂസാ നബി ദേഷ്യത്തോടു കൂടിയും അതോടൊപ്പം തന്നെ അതിലേറെ നിരാശയോടു കൂടിയുമാണ് മൂസാ നബി തൗറാത്തിൻ്റെ ഫലകങ്ങളുമായി ആ ജനതയുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത്. അവരോട് കൃത്യമായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മൂസാ നബി. ആ ജനതയോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ? ഞങ്ങളുടെ കയ്യിൽ ഈജിപ്തിൽ നിന്ന് വരുന്ന സമയത്ത് കുറേ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആഭരണങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ എത്തിയതിന് ശേഷം അത് സാമിരിക്ക് മുന്നിലിട്ടു. ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാറൻ. അങ്ങനെ അത് അവരുടെ മുന്നിൽ, സാമിരിയുടെ മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമിരി അതെല്ലാം എടുത്തിട്ട് അതുകൊണ്ട് മുക്രയിടുന്ന ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. നോക്കൂ, പശുപൂജയുടെ, പശു ആരാധനയുടെ പേറ്റന്റ് ആർക്കുള്ളത്? മുസ്ലിങ്ങൾക്കുള്ളത്. ഇതിൻ്റെ തുടക്കമാർക്ക? നമുക്ക് തന്നെയാണ്. നമ്മളാണ് ഈ ബിംബാരാധനയുടെയും വിഗ്രഹാരാധനയുടെയും ഒക്കെ തുടക്കക്കാരെന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ
സാമിരി ചെയ്തത് അവരിൽ നിന്ന് അവരുടെ ആ സ്വർണമെല്ലാം എടുക്കുകയും അതെല്ലാം ഉരുക്കി ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. അതിൻ്റെ പ്രത്യേകത ഹുവാറൻ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ദ്വാരത്തിലൂടെ കാറ്റ് കടന്നു പോകുന്ന സമയത്ത് അത് മുക്രയിടുന്നതായി അവർക്ക് തോന്നി. ഫഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ, ഇപ്പം ഉണ്ടാക്കിയ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് മൂസയുടെയും നിങ്ങളുടെയും ഇലാഹ്, രക്ഷിതാവ്. ഫനസിയ, മൂസ അത് മറന്നുപോയതാ. മൂസ മറന്നുപോയിട്ടാണ് റബ്ബിനെയും അന്വേഷിച്ചു പോയത്. മൂസ അന്വേഷിച്ചു പോയപ്പോഴേക്ക് അന്വേഷിച്ചു പോയ ദൈവമേതാ നമ്മുടെ അടുക്കൽ എത്തിയിരിക്കുന്നു എന്ന് അവർ കൃത്യമായി അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? എല്ലാ കാലത്തും ഈ രൂപത്തിലുള്ള സാമരിമാരുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറയുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. ആ പറയുന്ന ആളുകൾ മരിച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവമുള്ള ആളുകൾ എല്ലാ കാലത്തും ആവർത്തിച്ചു വരും. ഫറോവ എന്ന് പറയുന്ന ഫാസിസ്റ്റ് ഭരണാധികാരിക്ക് അതേ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ പിന്നീട് ചരിത്രത്തിൽ ഒരുപാട് ആവർത്തിച്ചു വന്നിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ. അതുപോലെ തന്നെയാണ് സാമിരിയും. സാമിരിയുടെ സ്വഭാവമുള്ള അഭിനവ സാമരിമാർ ഓരോ കാലഘട്ടത്തിലും വളർന്നു വരും. അത് മക്കയിലും ഉണ്ടായിട്ടുണ്ട്. ഏകദൈവ ആരാധകരായിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അടുക്കലേക്ക് ഒരു ബിംബം കൊണ്ടുവച്ചു കൊടുത്തിട്ട് അവരിലെ വിശ്വാസങ്ങളെ എല്ലാം നേടിയെടുത്ത് അവരിൽ സർവ്വസ്വീകാര്യനായി മാറിയതിന് ശേഷം അവരെ വിഗ്രഹാരാധനയിലേക്ക് ആദ്യം കൊണ്ടെത്തിച്ച അംർ ബിൻ ലുഅയ്. അവിടെ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാ കാലഘട്ടത്തിലും അഭിനവ സാമരിമാർ അവർക്കിടയിൽ വളർന്നു വരുന്നുണ്ട് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമുക്കിടയിലും ഈ രൂപത്തിലുള്ള അഭിനവ സാമരിമാർ വളർന്നു വരുന്നുണ്ട്. അത്തരം ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഈ സമുദായത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്. സാമിരിയെ തിരിച്ചറിയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ്? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത് സത്യം ചെയ്ത് മുസ്ലിമായ മുവഹിദായിട്ടുള്ള ആളുകൾക്കിടയിലേക്ക് എങ്ങനെയാണ് ഖബറുകൾ ഉയർന്നു വന്നത്? ഖബറുകൾ ഉയർത്തരുത് എന്നും അതിൽ സിമന്റ് തേക്കരുത് എന്നും കുമ്മായമിടരുത് എന്നും പറഞ്ഞ ഒരു പ്രവാചകൻ അവരിൽ നിന്ന് അവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുത്തു പോയതിന് ശേഷവും ആരാണ് അവരിലേക്ക് ഈ ഖബർ വ്യവസായം പടുത്തുയർത്തി ഉണ്ടാക്കി അതിലേക്ക് ആളുകളെ ആരാധിക്കാനും ആവശ്യങ്ങളേറ്റു പറയാനും ഒരു ജനതയെ കൊണ്ടെത്തിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അവിടെയാണ് നമ്മൾ സാമിരിയെ മനസ്സിലാക്കേണ്ടുന്നത്. അഭിനവ സാമിരിമാർ ഖബറുകൾ ഉയർത്തി കൊടുത്തിട്ട് അന്ന് പശുക്കുട്ടിയെയാണ് ഉണ്ടാക്കി കൊടുത്തത് എങ്കിൽ ഇന്ന് ഖബറുകളും ജാറങ്ങളും കെട്ടിപ്പൊക്കിയിട്ട് അല്ലെങ്കിൽ ഔലിയാക്കളെ നിശ്ചയിച്ചു കൊടുത്തിട്ട് അവരുടെ അടുക്കലേക്ക് പ്രാർത്ഥിക്കാനായി ഈ സമുദായത്തെ കൊണ്ടെത്തിച്ച സാമിരിമാരെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ മുഹറമും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവും നമ്മെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മൂസാ നബി സാമിരിയോട് നടത്തുന്ന വർത്തമാനമുണ്ട്, അതുകൂടി പഠിക്കണം നമ്മൾ. കുറെ കൂടി ബോധ്യമാകും ഇത്. ചരിത്രം എത്ര കൃത്യമായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് ഈ ഒരു വർത്തമാനം കൂടി കേൾക്കുമ്പോഴേക്ക് നമുക്ക് ബോധ്യവും. മൂസാ നബി സാമിരിയുടെ അടുത്ത് വന്നുകൊണ്ട് സാമിരിയോട് ചോദിക്കുന്നുണ്ട്. സൂറത്തു ത്വാഹയിലെ 95-96 വചനങ്ങൾ. ഖാല ഫമാ ഖത്തുബുക യാ സാമിരി, അല്ല സാമിരി, എന്താ നിന്റെ അവസ്ഥ? എന്താ നിന്റെ കാര്യം? ഇനി ഈ ജനതയെ ഇങ്ങനെ വഴികേടിലാക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സാമിരിയുടെ മറുപടി എന്താണെന്നറിയോ? ഖാല ബസർതു ബിമാ ലം യബ്സുറു ബി, നിങ്ങൾ കാണാത്തത് അല്ലെങ്കിൽ അവർ കാണാത്തത് ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിയാണ്, അവർ കാണാത്ത ചിലത് ഇവിടെ പലരും കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ കാണാത്ത പലതും അവർ കണ്ടിട്ടുണ്ട്. അതെല്ലാം അവർ ഇതിലൂടെ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങളുടെ ആവശ്യങ്ങൾ പോയി പറയാൻ നല്ല ഒരു സങ്കേതം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ ഒരു ഇടയാളനായിട്ടുള്ള ഒരാളെയാണ് നിങ്ങൾ കണ്ടത് എങ്കിൽ അവർ കണ്ടത് നിങ്ങൾ കണ്ടതല്ല, വേറെ അവരത് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചരിത്രം പറയുന്നിടത്ത് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ കൊണ്ടുപോയി ഇട്ട എല്ലാ സ്വർണത്തെയും ഉപയോഗിച്ചുകൊണ്ടാണ് സാമിരി അവർക്ക് പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്തത്. ഇതുപോലെ ഈ സമൂഹം കൊണ്ടുപോയി ഇട്ടുകൊടുത്ത പണം ഉപയോഗിച്ചാണ് ഇവിടെ പലതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നിങ്ങൾ കണ്ടതല്ല അതുണ്ടാക്കിയ ആളുകൾ കണ്ടത്. സാമിരിമാർ കാണുന്നത് നമ്മൾ കാണുന്നതല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. പിന്നീട് പറയുന്ന വർത്തമാനം എന്താണെന്ന് അറിയോ? അങ്ങനെ ചില കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടായപ്പോൾ റസൂൽ, അപ്പോൾ റസൂലിൻ്റെ
പ്രവാചകൻ്റെ തിരുശേഷിപ്പിൽ നിന്ന്, അസറിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, അടയാളത്തിൽ നിന്ന് ഞാൻ ചിലത് പിടിച്ചെടുത്തു. എവിടെ എത്തി? സാമിരി ചെയ്ത പണി സാമിരി തന്നെ മൂസാ നബിയോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാണ്. റസൂലിൻ്റെ അസറിൽ നിന്ന്, പ്രവാചകൻ്റെ കാൽപ്പിടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് ഞാൻ എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ എന്തു ചെയ്തത്? ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തത്. അവിടെ ആ കാലഘട്ടത്തിൽ സാമിരി ആ പിടിമണ്ണെടുത്തപ്പോൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ നിന്ന് പൊടിവാരിയെടുത്തു, ഒപ്പം മുടിയും കൂടി എടുത്തു. എന്നിട്ട് ഈ സമുദായത്തിന് കൊണ്ടുവന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ആവശ്യങ്ങൾ തേടുവാനും സാധ്യമാണ് എന്ന രൂപത്തിൽ പ്രചാരണങ്ങൾ നടത്തി അവർക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം പറയുമ്പോൾ സാമിരി ഈ പണിയെടുത്തതിന് ശേഷം അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇതാണ് മൂസയുടെയും നമ്മുടെയും ഇലാഹ്, മൂസ മറന്നുപോയതാണ് എന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് സാമിരിയുടെ ഒരു ഇടപെടലും പിന്നീടില്ല. പിന്നെ ഈ പശുക്കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എല്ലാം വാദിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജനതയാണ്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. സാമിരി അവൻ്റെ പണിയെടുത്തിട്ട് അതങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ അതിൻ്റെ വരുമാനം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. എന്നാൽ അതിനെ ന്യായീകരിക്കാൻ അതിൻ്റെ മുരീദുമാരുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആൻ ആ ചരിത്രം ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത്. ഇതെല്ലാം പഠിച്ചിട്ടും ഇത് നമ്മൾ പറയണ്ടേ? വിശുദ്ധ ഖുർആൻ കൃത്യമായി നിങ്ങൾക്ക് വിശ്വാസത്തിലുണ്ടായേക്കാവുന്ന ഒരു അപജയത്തിൻ്റെ ചരിത്രം സൂചിപ്പിച്ചിട്ട് ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആരാ പറയാ? ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ആരാ മനസ്സിലാക്കുക? ഈ സാമിരിമാരെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഈ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഈ ജനതയിലേക്ക് ഇவ்விധം വലിച്ചു കൊണ്ടുവരുവാനുള്ള കാരണം ഇത്തരം സാമിരിമാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്കെങ്കിലും ഒരു ബോധ്യം ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഒരു ഉറപ്പ് ഉണ്ടാക്കുവാനെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനും അപ്പുറത്ത് നമുക്കൊരു ബാധ്യത ഉണ്ട്. എന്തെന്നറിയോ? ഇത്തരം സാമിരിമാർ ഒരു ലോകക്രമത്തിൽ ഒരു സമുദായത്തിൻ്റെ മുന്നിൽ അന്ധവിശ്വാസങ്ങളുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാലം തേടുന്ന മൂസയും ഹാറൂനുമുണ്ട്. ആ ദൗത്യം നിർവഹിക്കാൻ കൂടി നമുക്ക് കഴിയണം. നമ്മൾ ഈ ചരിത്രമെല്ലാം കേട്ടിട്ട് ശരിയാണ്, അതുകൊണ്ട് ഞാനിനി ഇതിനൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് നമ്മളോടൊപ്പമുള്ള ആളുകളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കുടുംബത്തെയും കൂടി നരകത്തിൽ നിന്ന് അത്രയെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താക്കളാകുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏകദൈവ വിശ്വാസം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നേരിൽ കണ്ടുവന്ന ആ ജനത വിഗ്രഹാരാധനയിലേക്ക് കൂപ്പുകുത്തിയ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീഫയായി നിശ്ചയിച്ച ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കിടയിലുണ്ട്. തന്നാൽ സാധ്യമാകും വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഹാറൂൻ നബിയും നടത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. ഇവർ ഈ പശുക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് പറയുന്ന വർത്തമാനം വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ ഖൗമി ഇന്നമാ ഫുതിൻതും ബിഹി, ജനങ്ങളെ നിങ്ങൾ ഇതിനാൽ പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കിത്തരുന്നതിലൂടെ നിങ്ങളെ നിങ്ങളുടെ റബ്ബ് പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടുകൂടാ. അങ്ങനെ പറയുന്ന ഒരു ഇസ്ലാഹ് ആര് നടത്തുന്നുണ്ട്?
ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുന്നുണ്ട്. കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. വ ഇന്ന റബ്ബക്കുമുർ റഹ്മാൻ, പരമകാരുണികനായിട്ടുള്ളവൻ നിങ്ങളുടെ രക്ഷിതാവാണ്. നിങ്ങൾ വിശ്വസിച്ച് ഈ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോടൊപ്പം നിങ്ങൾ നാടുവിടാൻ കാരണമായ നിങ്ങളുടെ വിശ്വാസം എന്തോ ആ റബ്ബാണ് ഏറ്റവും കാരുണ്യം നൽകുന്ന അർ റഹ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഫത്തബിഊനി വ അത്തിഉ അംരി, നിങ്ങൾ എന്നെ പിന്തുടരുകയും എൻ്റെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യണം എന്ന് ആ ജനതയോട് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ ഈ ഖുതുബയുടെ തുടക്കത്തിൽ ഒരു കാര്യം എടുത്ത് ഓർമ്മിച്ചു വെക്കണം എന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്ത് നടത്തിയ സമയത്ത് കിബിത്തികളായിട്ടുള്ള ആളുകൾ മൂസാ നബിയോട് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ വർത്തമാനം, അത് പറഞ്ഞത് ബഹുദൈവ ആരാധകരായ വിശ്വാസികളല്ലാത്ത ആളുകളാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിസംബോധന ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ്. ഒരു മുസ്ലിം ഉമ്മത്തിനെയാണ് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം അഭിസംബോധന ചെയ്യുന്നത്. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ഈ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകരുത് എന്നും എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പാലിക്കണം എന്നും പറയുന്നത് വഹിയുള്ള ഒരു പ്രവാചകനാണ്. അങ്ങനെ അത് പറയുന്ന സമയത്ത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ? ഖാലു ലൻ നബ്റഹ അലൈഹി ആകിഫീന ഹത്താ യർജിഅ ഇലൈനാ മൂസ. ഹാറൂൻ, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ഈ പശുക്കുട്ടിയുടെ മുന്നിൽ ഇഅ്തികാഫിരിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ ആരാധനയും പ്രാർത്ഥനയുമായി കഴിച്ചു കൂട്ടുക തന്നെ ചെയ്യും. ഹത്താ യർജിഅ ഇലൈനാ മൂസ, മൂസ ഞങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ ഈ പണി എടുത്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്ന അഹങ്കാരത്തിൻ്റെ വർത്തമാനം പിന്നീട് പറയുന്നതാരാ? ഈ മുസ്ലിം ഉമ്മത്താണ്. ഇപ്പോഴും ഇതേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാരാ? ഇതേ മുസ്ലിം ഉമ്മത്ത് തന്നെയാണ്. നിങ്ങൾ എന്തിനാണ് ഖബറിൻ്റെ അടുക്കലേക്ക് പോകുന്നത് എന്ന്, അള്ളാഹു അല്ലാത്തവരിലേക്ക് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥനയും അർത്ഥനയുമായി ചെല്ലുന്നത് എന്ന്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഓരോ ആളുകളും ഇടയാളന്മാരെ ഔദ്യോഗികമായി ലഭിക്കുന്നതിന് വേണ്ടി കത്ത് വരെ കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ്. ഇടയാളന്മാരെ പാടില്ല എന്ന് ചിലരൊക്കെ പറയുന്നു, അത് നിർത്തേണ്ടതാണ് എന്ന് ചിലരൊക്കെ കത്ത് കൊടുത്തു തുടങ്ങി. എവിടെ എത്തി ഈ സമുദായം? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഇവിടെ മൂസാ നബിയുടെ കൗമ് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ അതേ വർത്തമാനം ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും മൂസാ നബി വരുന്നത് വരെ എന്നുള്ളതാണ്. ആ ജനത അത് ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആളുകളും ഇതേ വർത്തമാനം തന്നെയാണ് പറയുന്നത്, ഞങ്ങളിത് തന്നെ ചെയ്യും. നിങ്ങളെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എത്ര കാലമായി നമ്മളിങ്ങനെ വാഴ് പറയാൻ തുടങ്ങിയിട്ട്? അപ്പോഴും ഈ കൗമ് സാധാരണക്കാരായ ആളുകൾ പോലും പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ആളുകൾ ചെയ്തു പോന്നിരുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ഈ വർത്തമാനം ആരാ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് കിബിത്തികളായിട്ടുള്ള ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളാണ്. രണ്ടാമത് ആ വർത്തമാനം പറഞ്ഞത് കടൽ കടന്നു വന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. അഹങ്കാരത്തോടു കൂടി ഈ വർത്തമാനം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ചരിത്രം നമ്മളെ ചിന്തിപ്പിക്കാനും തിരുത്താനും പ്രേരണ നൽകണ്ടേ? മുഹറം ഇങ്ങനെ ഒരു താസുആവും ആഷുറാവും കൊണ്ടിങ്ങനെ ഒരു 9ഉം 10ഉം നോമ്പ് നോറ്റിങ്ങനെ, അതിലും അപ്പുറത്തേക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോയാൽ ചില ശകുനങ്ങൾ ആചരിച്ച് അല്ലെങ്കിൽ ചില ദിനങ്ങളിൽ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്, അങ്ങനെയൊക്കെ അങ്ങ് മാറിപ്പോകേണ്ടതാണോ? അതിനുമപ്പുറം ഈ മാസത്തിൻ്റെ പ്രത്യേകതയിൽ ഈ ചരിത്രം ഒന്ന് പഠിക്കേണ്ടതില്ലേ? അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഇവരെയൊക്കെ ഒന്ന് തിരിച്ചറിയുകയും അത് തിരുത്തുകയും ചെയ്യാൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയില്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. സാമിരിയോടും ഈ ജനതയോടും പറഞ്ഞ വർത്തമാനം മാത്രമല്ല, മറ്റൊന്നു കൂടിയുണ്ട്. ഉത്തരവാദിത്തം ഏൽപ്പിച്ച, ഇസ്ലാഹ് ഏൽപ്പിച്ചു പോയ, ഇസ്ലാഹിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടുന്ന ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞൊരു വർത്തമാനം കൂടിയുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതെന്താണെന്നറിയോ? ഇവരിങ്ങനെ ഈ അവസ്ഥയിലേക്കൊക്കെ പോയപ്പോൾ ഹാറൂൻ നീ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയോട്. ഇവരിങ്ങനെ പിഴച്ചു പോയപ്പോൾ, ഇവരിങ്ങനെ അധാർമികതയിലേക്ക് പോയപ്പോൾ, ഇവരിങ്ങനെ അന്ധവിശ്വാസത്തിലേക്ക് പോയപ്പോൾ നിനക്കെന്തായിരുന്നു പണി എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഏൽപ്പിച്ചു പോയതാണല്ലോ, നീ എൻ്റെ പ്രതിനിധിയായി ഈ ജനതയിൽ ഉണ്ടാവണം എന്ന് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു പോയതാണല്ലോ.
അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെ ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു ബോധ്യം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകണം. മൂസാ നബിയുടെ ഹാറൂൻ നബിയുടെ മറുപടി ഉണ്ട്, കാല യബ്ന ഉമ്മ ലാ തഖുദ് ബിലിഹിയതി വലാ ബിറഅസി. മൂസാ നബി ദേഷ്യം കൊണ്ട് വന്നിട്ട് വെറുതെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കല്ല ചെയ്തത്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ താടിക്ക് പിടിച്ച് മുടി പിടിച്ച് വലിച്ചിട്ടാണ് ചോദിക്കുന്നത്, എന്തായിരുന്നു ഇവിടെ ചെയ്തത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായേൽ. നീ ഇങ്ങനെ പറയും എന്ന് ഞാൻ ഭയപ്പെട്ടു. ഹാറൂൻ, നീയാണ് ഞാനൊന്ന് 40 ദിവസം മാറി നിന്നപ്പോഴേക്ക് നീ ഇവിടെ പിളർപ്പുണ്ടാക്കിയില്ലേ? ഈ ജനതയെ രണ്ടായി പിളർത്തി, ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളെയും ഏകദൈവ വിശ്വാസികളായ ആളുകളെയും അങ്ങനെ രണ്ടാക്കി ഈ സംഘടനയെ നീ പിളർത്തി എന്ന് പരാതി പറയും. അതിന് നീയാണ് കാരണം എന്ന് നീ പരാതി പറയുമോ എന്ന ഭയം കൊണ്ടാണ് ഞാനത് അങ്ങനെ ഒരു ഭയം എനിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റു ചിലത് കൂടി പറയുന്നുണ്ട്, ഇവരെന്നെ കൊല ചെയ്യുമോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടു. കാരണം കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടുന്നത്? ഈ അവിശ്വാസവുമായി അല്ലെങ്കിൽ അന്ധവിശ്വാസമായി ജീവിക്കുന്ന ആളുകളോട് ഇത് കൃത്യമായി പറയണം. ഇത് കൃത്യമായി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇനി നമ്മൾ തിരിച്ചൊന്നും മനസ്സിലാക്കാനും പാടില്ല. എന്താണെന്നറിയോ? ഏൽപ്പിച്ച ആളുകളുടെയൊക്കെ താടിക്കും മുടിക്കും പിടിച്ച് വലിക്കാനുള്ള ആയത്തൊന്നും അല്ലത്. ഇന്ന് എന്നെ പള്ളിയുടെ ചുമതലയുള്ള പള്ളിയുടെ സെക്രട്ടറിയുടെ താടിക്ക് പിടിച്ചിട്ട് നീ എന്താണ് ഈ പള്ളിയിൽ തൗഹീദ് എന്ന് ചോദിക്കാനുള്ള ആയത്തൊന്നും അല്ലത്. ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മുടെ താടിക്കും മുടിക്കും പിടിച്ചിട്ട് നമ്മളെന്താ ഇത് ചെയ്തത് എന്ന് ആലോചിക്കാനുള്ള ആയത്ത് കൂടിയാണ്. നമ്മൾ എന്താണ് ഇതിനു വേണ്ടി ചെയ്തത്? നമുക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ടുന്നത് കൂടിയാണ് എന്ന് നമ്മൾ അറിയണം. നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടുന്നതായ ഈ വിശ്വാസത്തെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മളുണ്ടാകണം എന്ന ഒരു ബോധ്യവും തീരുമാനവും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്ത്, ഏകദൈവ വിശ്വാസം ഈ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതിൻ്റെ പാർട്ടാകുവാൻ, അതിൻ്റെ ഭാഗമാകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പള്ളിയുടെ കളക്ഷൻ കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മളിത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ചില പോരായ്മകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഈ പള്ളി അള്ളാഹുവിനോട് ആരാധന നടത്തുന്ന ആളുകൾക്ക് വന്ന് കൂടുവാനും നമസ്കാരങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ ഈ സംവിധാനിക്കുന്ന ഈ ഭവനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മളാൽ കഴിയും വിധം സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നാഥൻ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുജനങ്ങൾ, പിതാക്കന്മാർ, മാതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അവരുടെ എല്ലാം പാപങ്ങളെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ, അവരുടെ രോഗങ്ങളെ അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار، اللهم أجرنا من النار.